കൃഷി വകുപ്പും വനം വകുപ്പും തദ്ദേശഭരണ സ്ഥാപനങ്ങളും വകുപ്പും ഏകോപിച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ജൂൺ 5-നാണ് പരിപാടി ആരംഭിച്ചത്. ഈ വർഷം 1 കോടി ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. 75 ലക്ഷം ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ അവസാനത്തോടെ 1 കോടിയാവും. ഇപ്പോൾ നട്ടുപിടിപ്പിക്കൽ മാത്രമല്ല, പരിപാലനത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന പരിപാടിയാണ്. ഇതിനായി നാടാകെ സജ്ജമായിട്ടുണ്ട്. വാർഡ് മെമ്പർ, കൃഷി അസിസ്റ്റന്റ്, കുടുംബശ്രീ, മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രതിനിധികൾ, ഇതെല്ലാം അടങ്ങിയ വാർഡ് തല സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാന വർധനവിന് വലിയ സഹായകരമാകുന്ന ഒന്നായിരുന്നു. സർ, അതേപോലെ തന്നെ എല്ലാ റോഡുകളിലും ഇടനാഴികളിലും LED വിളക്കുകൾ സ്ഥാപിക്കൽ. ഈ പദ്ധതി നടപ്പാക്കാനുള്ള ചർച്ചകൾ പൂർത്തിയായി. സർക്കാർ ഉത്തരവിറങ്ങിയിട്ടുണ്ട്. KSEB ആണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി വേഗത്തിൽ നടപ്പാക്കും. ആദ്യഘട്ടം 2021 ഫെബ്രുവരിയിൽ പൂർത്തിയാകും. 150 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ. അതോടൊപ്പം 2020 ഡിസംബറിൽ എല്ലാ റോഡുകളും മെച്ചപ്പെട്ട രീതിയിൽ പുനർനിർമ്മിക്കുക. മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി CMDRF-ൽ നിന്നും 961 കോടി രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. സർ, തദ്ദേശഭരണ വകുപ്പ് ഈ പരിപാടി നടപ്പാക്കി വരികയാണ്. ഇതിനകം 1592 ടെൻഡറുകൾ 1-ാം ഘട്ടത്തിൽ ക്ഷണിക്കപ്പെട്ടു. 734 എണ്ണത്തിൽ എഗ്രിമെന്റ് ഉണ്ടായി. സർ, 2-ാം ഘട്ടത്തിൽ 1628 ടെൻഡറുകൾ ക്ഷണിച്ചു. 443 എണ്ണത്തിൽ എഗ്രിമെന്റ് വെച്ചു. 2020 ഡിസംബറിൽ പ്രകൃതി ദുരന്തത്തിൽ തകർന്ന റോഡുകൾ മെച്ചപ്പെട്ട രീതിയിൽ പുനർനിർമ്മിക്കുകയും ചെയ്യും. സർ, ഒരു പരിപാടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വേഗതയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതായിട്ടുണ്ട്. അതാണ് അടുത്ത് ഞാൻ പറയുന്നത്. സംസ്ഥാനത്ത് 3000 പേർക്ക് ഒരു ടോയ്ലറ്റ് എന്ന നിലയിൽ 12,000 ടോയ്ലറ്റുകൾ, ഒപ്പം ബങ്കുകൾ നിർമ്മിക്കുക, ക്ലീനിങ്, വാട്ടർ സപ്ലൈ എല്ലാം ഉണ്ടാകണം എന്ന് കണ്ടിരുന്നു. ഈ COVID-19 ശേഷമുള്ള സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പരിപാടി ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാവും. കാരണം അത്ര കണ്ട് ഭാരം അവരുടെ തലയിലുണ്ട്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നല്ല നിലയിലല്ലാത്ത പൊതു ശൗചാലയങ്ങളുടെ ഗുണനിലവാരം ഉയർത്തി പുനർനിർമ്മാണം നടത്തുക. ഇപ്പോൾ KSRTC അതുപോലെ സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ നിലവാരമുള്ള പുതിയ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുക. 3000 പേർക്ക് ഒരു ടോയ്ലറ്റ് എന്ന രീതിയിൽ നമുക്ക് നിർമ്മിക്കാനുള്ള നടപടികൾ പിന്നീട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഉദ്ദേശിക്കുന്നത്. സർ, ഇവിടെ നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണമെന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. ഈ വഴിയോര സൗകര്യങ്ങളുടെ വേസൈഡ് എമ്യൂണിറ്റീസ്, അതിൽ സാധാരണഗതിയിൽ നമ്മുടെ റോഡുകൾ എടുത്താൽ ആളുകൾ പുറപ്പെട്ടാൽ പിന്നെ എവിടെയും കയറാനൊരു സ്ഥലമില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ വലിയ വിഷമം അനുഭവിക്കുന്നുണ്ട് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ വഴിയോര വിശ്രമ കേന്ദ്രം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ വേസൈഡ് എമ്യൂണിറ്റീസ് ഒരുക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ടെൻഡർ സ്വീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ഈ ടെൻഡർ തുറക്കാനാവുമെന്നാണ് തോന്നുന്നത്. അത് കേരളീയർ പൊതുവിൽ മത്സ്യം ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ മത്സ്യം വളർത്താറില്ല. ആ മത്സ്യം വളർത്താനുള്ള പരിപാടിയാണ് ഇപ്പോൾ മത്സ്യവകുപ്പിന്റെ നേതൃത്വം നടക്കുന്നത്. അത് നല്ല പരിപാടിയാണ്. അത് 8748 കുളങ്ങൾ ഈ പരിപാടിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ആഗസ്റ്റ് 21, 22 തീയതികളിൽ ഈ ജലാശയം ഇത് പറഞ്ഞു തരട്ടെ ഈ പോയിന്റ് അങ്ങ് പറഞ്ഞോട്ടെ. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് പറയാ. ഈ ജലാശയങ്ങളില് ഈ കഴിഞ്ഞ 21, 22 തീയതികളിൽ 68,40,000 മത്സ്യക്കുഞ്ഞുങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മേൽനോട്ടത്തിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓരോ ജലാശയത്തിനും ഒരു ഗുണഭോക്തൃ ഗ്രൂപ്പ് എന്ന നിലയിൽ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്.
2494 ജലാശയങ്ങളിൽ ഇത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പ്രത്യേകത. ഇതുമായി ബന്ധപ്പെട്ടാണോ പി ജെക്ക് ചോദിക്കാനുള്ളത്? പശു വളർത്തലിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അല്ല അല്ല പക്ഷെ അല്ല, ഞാൻ പറഞ്ഞത് വളർത്താനല്ല. അടുത്ത ബഡ്ജറ്റ് പ്രസംഗത്തിനും ഗവർണർ സ്പീച്ചിനും കുറച്ച് കാര്യം ബാക്കി വെക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വിവരിക്കുന്നില്ല എന്ന്. സുഭിക്ഷ കേരളം പദ്ധതിയില് സർ, സുഭിക്ഷ കേരളം പദ്ധതിയില് ഒരു ഭാഗം ക്ഷീരവികസനമെന്ന് പറഞ്ഞു. ക്ഷീരവികസനത്തിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് ഓരോ വീട്ടിലും 2 പശുവിനെയെങ്കിലും വളർത്തുക എന്നുള്ളതാണ്. അതിനുള്ള വായ്പാ സൗകര്യം കൊടുക്കും. അതോടൊപ്പം നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഒരു മിനി പശു വളർത്തൽ കേന്ദ്രം, ഡയറി ഫാം ഉണ്ടാവണമെന്നും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ പശുവിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റു തരത്തിലുള്ള ആട് വളർത്തൽ, പിന്നെ പോത്തിനെ വളർത്തേണ്ടവരങ്ങനെ, മാംസം കഴിക്കുന്നവരുണ്ടല്ലോ, അതിനുവേണ്ടിയുള്ള മറ്റു പരിപാടികളുമുണ്ട്. ഇതിനെല്ലാം നബാർഡ് നമുക്ക് സഹായം തരുന്നുണ്ട്, വായ്പ തരുന്നുണ്ട്. 2000 കോടി തരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ വിശദീകരിക്കാതിരുന്നതാണ്. അങ്ങ് ഉന്നയിച്ചത് വളരെ നല്ല കാര്യമാണ്. അങ്ങേക്ക് ഇനി എത്ര സമയം വേണ്ടി വരുമെന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ ഇതെല്ലാം നമ്മുടെ നാടിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ഒരു മിനിറ്റ് ഇവിടെ ഇതോടൊപ്പം 12 ഒരു കാര്യം സാമൂഹ്യ സന്നദ്ധ സേനയുടെ രൂപീകരണമാണ്. സാമൂഹ്യ സന്നദ്ധ സേനയുടെ രൂപീകരണം നമ്മുടെ നാടിന്റെ ഒരു സമ്പത്ത് നമ്മൾ കാണണമല്ലോ. നമ്മൾ ഈ കോവിഡും മറ്റും വ്യാപിച്ചപ്പോൾ സാമൂഹ്യ സന്നദ്ധ സേനയിൽ അംഗങ്ങളാകാൻ വേണ്ടിയൊരു അഭ്യർത്ഥന നമ്മൾ നടത്തി. അതിന് വലിയ ഫലമാണ് ഉണ്ടായത്. നാം കാണേണ്ടത് 3,43,000 വ്യക്തികളടങ്ങുന്ന സാമൂഹ്യ സന്നദ്ധ സേന രൂപീകരിക്കലായിരുന്നു ലക്ഷ്യം. ഇപ്പൊ എത്രയാ വന്നത്? 3,57,501 അംഗങ്ങൾ ചേർന്ന് കഴിഞ്ഞു. ഇതില് 20-40 വയസ്സിനിടയിലുള്ളതാണ്. ഇത് 2,78,451 പുരുഷന്മാരും 78,992 വനിതകളും 58 ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടുന്നുണ്ട്. അപ്പോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് പ്രായപരിധി നിശ്ചയിച്ചത്. സേനയിൽ അംഗമാകാൻ 16-നും 65-നും ഇടയിലുള്ള ആരോഗ്യമുള്ള വ്യക്തികൾക്ക് അംഗങ്ങളാകാം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സന്നദ്ധ വളണ്ടിയർമാർ മികച്ച സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവർക്ക് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള മേഖലകളിൽ ഓൺലൈൻ പരിശീലനം നടത്തി വരികയാണ്. നമ്മുടെ നാട്ടിൽ ഈ ചെറുപ്പക്കാർക്ക് പരിശീലനം കൊടുക്കുകയാണ്. ഇതിനായി 700 മാസ്റ്റർ ട്രെയിനർമാർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണത്തില്, സാമൂഹ്യ സേവനത്തില് സാമൂഹ്യ സന്നദ്ധ സേനയ്ക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. ഇതിനായി ഒരു ഡയറക്ടറേറ്റ് സംസ്ഥാന തലത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സർ, അതുപോലെ വേറൊരു കാര്യം പി ജെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടന്നൊരു കാര്യം, ഞങ്ങള് മഴമറകൾ, റെയിൻ ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ ആലോചിച്ചു. 1000 എന്നായിരുന്നു ഞങ്ങൾ ലക്ഷ്യമിട്ടത്. അപ്പോ ഇപ്പോഴത്തെ ഘട്ടത്തില് 1515 അപേക്ഷകൾ വന്നിട്ടുണ്ട്. ഇതിലെ 1000 എണ്ണം ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞു. 672 എണ്ണത്തിന് നിർമ്മാണം പൂർത്തിയാക്കി. 446 എണ്ണത്തിന് നിർമ്മാണം ആഗസ്റ്റ് മാസം പൂർത്തിയാകും. ലക്ഷ്യമിട്ടതിനേക്കാൾ 118 കൂടുതൽ വരും. ആ കൂടുതലുള്ളതും നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ നാട് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ജനങ്ങൾ കാണുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട് അങ്ങേയറ്റം സ്വാഗതാർഹമായതാണ്. ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്നാണ് ജനങ്ങൾ ഗവൺമെന്റിനോട് പറയുന്നത്. സർ, അതാണ് ഇതിലൊക്കെയുള്ള പ്രത്യേകത. സർ, ഇവിടെ അവിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ കോവിഡ് മഹാമാരിയുടെ അസാധാരണ സാഹചര്യം നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. സർ,
പ്രതിപക്ഷത്തെയും അതായത് സമൂഹത്തെ എല്ലാ വിഭാഗം ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടും സഹകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനാണ് സർക്കാർ മുൻകൈയെടുക്കുന്നത്. അത്തരമൊരു അവസരത്തിലാണ് സർക്കാരിൽ അവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വന്നിരിക്കുന്നത്. സർ, രാഷ്ട്രീയ ഭിന്നതകളൊക്കെ ഉണ്ടാവും. പക്ഷേ കോവിഡ്-19 മഹാമാരിയെ നേരിടേണ്ടത് അത്തരം ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. സർ, ലോകത്താകെ ഈ കോവിഡിന്റെ വരവോടുകൂടി സാമൂഹ്യ മേഖലകളിലുള്ള ഭരണ സംവിധാനത്തിന്റെ ഇടപെടലിന്റെ പ്രസക്തി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. 1990കളിലെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പായ ശേഷം ഭരണ സംവിധാനം, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നിന്ന് പിൻവലിയുന്ന പ്രതിഭാസമാണ് കണ്ടുവരുന്നത്. ഇത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഈ മാതൃക പിന്തുടരാൻ പാടില്ല എന്ന ഉറച്ച സമീപനമാണ് നമ്മുടെ സർക്കാരിനുള്ളത്. നമ്മുടെ കോവിഡ്-19 പ്രതിരോധം ഈ മാതൃകയുടെ പ്രതിഫലനം കൂടിയാണ്. പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം വികേന്ദ്രീകൃത ജനാധിപത്യ പ്രക്രിയയിലൂടെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കേരളം തുടക്കം മുതൽ നടത്തിവരുന്നത്. സർ, 2020 ജനുവരി മാസം അവസാനം കേരളത്തിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പ്രതിരോധ പ്രവർത്തനത്തിലൂടെ ആദ്യഘട്ടത്തിൽ എണ്ണം പിടിച്ചു നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സന്നദ്ധ സേനാ പ്രവർത്തകർ, പോലീസ് വകുപ്പ്, ദുരന്ത നിവാരണ വകുപ്പ് ഇവയുടെയെല്ലാം കൃത്യമായ ഏകോപനമാണ് ഇവിടെ കണ്ടുവന്നത്. മെയ് ആദ്യം വരെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വലിയ നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ മെയ് 8 കോവിഡ് കേസുകളുടെ എണ്ണം 16 ചുരുങ്ങി. ഹോം ക്വാറന്റൈൻ എന്നറിയപ്പെടുന്ന വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന സംവിധാനം വളരെ ഫലപ്രദമായാണ് കേരളം നടപ്പാക്കിയത്. സർ, കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളോട് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തേണ്ട അവസരങ്ങളിൽ വളരെ ശക്തമായി അറിയിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളെ കമ്പനി നിയമം 2013 പ്രകാരം CSR പരിധിയിൽ ഉൾപ്പെടുത്താത്ത നടപടിയിൽ കേന്ദ്ര സർക്കാരിനോട് ശക്തമായ വിയോജിപ്പ് അറിയിച്ചു. അതോടൊപ്പം മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ സഹകരണം ഇക്കാര്യത്തിൽ തേടുകയും ചെയ്തു. കോവിഡ്-19 പ്രത്യാഘാതം കാരണം സമ്പദ്ഘടനയിലും നികുതി വരുമാനത്തിലും വലിയ ഇടിവാണുണ്ടായിരിക്കുന്നു. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ആഭ്യന്തര വരുമാനത്തിന്റെ 3% നിന്ന് 5% ഉയർത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാരുകൾക്ക് അധിക ഗ്രാന്റുകൾ നൽകുന്ന കാര്യം 15ാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും സംസ്ഥാനം കേന്ദ്രത്തിന്റെ മുൻപാകെ സമയാസമയങ്ങളിൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലുള്ള കേരളീയരെ തിരിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിലും അതിഥി തൊഴിലാളികളുടെ കാര്യത്തിലും പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിൽ കേരളം മുൻപന്തിയിലായിരുന്നു. പ്രവാസികളെ തിരികെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിലും കേരളം ശക്തമായ ആവശ്യങ്ങൾ കേന്ദ്രത്തോട് ഉന്നയിച്ചു. ഇവർക്ക് നാട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിലപാടും കേരളം സ്വീകരിച്ചു. നിരീക്ഷണവും ആവശ്യമായി വരുന്ന ചികിത്സയും സുഗമമായി ഏർപ്പാടാക്കുന്നതിന് മടങ്ങിവരുന്നവരുടെ രജിസ്ട്രേഷനും വിവരശേഖരണവും അനിവാര്യമാണ്. ഇക്കാര്യം ഉയർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കേരളം നിർവഹിച്ചു. ഇത് നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ പ്രവർത്തനക്ഷമമാക്കി. രോഗവ്യാപനം തടയാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. കോവിഡിന്റെ അവസ്ഥയെടുത്താൽ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഓൾ ഇന്ത്യ 1.9% ആണ്. കേരളം 0.4% ആണ്.
ടെസ്റ്റ് പെർ മില്യൺ ഓൾ ഇന്ത്യ 24,994 കേരളം 38,109 ടെസ്റ്റ് പോസിബിലിറ്റി റേറ്റ് ഓൾ ഇന്ത്യ കണക്ക് 8.6%, കേരളം 4%. ആളുകളെ ചികിത്സിക്കാതെ ഡിസ്ചാർജ് ചെയ്താൽ റിക്കവറി റേറ്റ് കൂടുക എന്ന നിലപാട് നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമല്ല. നമ്മൾ ശരിയായ രീതിയിൽ തന്നെയാണ് ഇതേവരെ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത്. കേരളം നടന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സർ, ചിലരുടെ പേര് ഞാൻ പറയാണ്, അത് ഏതെങ്കിലും PR വർക്കിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞതല്ല, അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. ഇപ്പോൾ നോബൽ ജേതാവ് അമർത്യ സെൻ, നോം ചോസ്കി, വെങ്കി രാമകൃഷ്ണൻ, ജോസഫ് സ്റ്റിഗ്ലിസ്, ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ, ഇവരൊക്കെ കേരളത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളാണ് കേരള ഡയലോഗ് എന്ന പരിപാടിയിൽ നടത്തിയത്. സർ, പ്രശംസകൾ കേട്ട് മതിമറക്കുന്നൊരു സമീപനം സർക്കാരിനില്ല. നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കുറവുകൾ തിരുത്തി മുന്നോട്ടു പോകുന്ന പരീക്ഷണമാണ് നാം ഈ ഘട്ടത്തിൽ നടത്തുന്നത്. ജനങ്ങളുടെ സഹകരണത്തോടെ ഇത് ഫലപ്രാപ്തിയിലെത്തിക്കും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായം തേടുകയും അവരെ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ടും സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷം ഇവിടെ ആ സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഇത് ഉടനെ ഉണ്ടായതല്ല. കേരളത്തിന്റെ വികസനത്തിനായി ഒരു ബദൽ പരിപ്രേക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുന്ന സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. സർ, ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. സർ, അതിലൊന്ന് ട്രാഫിക് ഇൻഫർമേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ഇത് പ്രധാന നഗരങ്ങളിലും ജംഗ്ഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും തടയാനും ഗതാഗതക്കുരുക്ക് കുറക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ARS ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ട് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ പൈലറ്റ് പ്രോജക്റ്റായി തിരുവനന്തപുരം സിറ്റിയിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സൗജന്യമായി ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് നടപ്പാക്കുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യതയില്ല. ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ പദ്ധതി മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇതിൽ മറ്റ് സംശയങ്ങൾ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അവർ സൗദ്ദേശത്തോടെ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് സഹായകരമായി വരുന്നൊരു കാര്യം, അതിനാണിപ്പോൾ അവർ തയ്യാറായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആ പരിപാടി നമുക്ക് ഈ കോവിഡ് കാരണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകാത്തത്. അതിൽ പ്രത്യേക പ്രയാസങ്ങളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ ട്രാഫിക് ഇൻഫർമേഷൻ എൻഫോഴ്സ്മെന്റ് സിസ്റ്റം അത് നമ്മളിവിടെ നടപ്പാക്കുന്നതിന് ഒറ്റ ആശങ്കകൾ അതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. നമുക്ക് ചിലവ് വരുന്നില്ല. അവരിവിടെ നടപ്പാക്കുന്നൊരു പദ്ധതിയാണ്. ഈ നടപ്പാക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് പണം ചെലവിടേണ്ടി വരുന്നില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ പ്രളയ ഫണ്ട് വിതരണ കാര്യത്തിൽ 2018 പ്രളയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയേണ്ടി വന്നത് 6,92,966 കുടുംബങ്ങളാണ്. അവർക്ക് 10,000 രൂപ വീതം അടിയന്തര ധനസഹായം നൽകിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2019 പ്രളയത്തിൽ 3,62,744 കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്ക് അർഹരായി. ഇതിൽ 3,384 കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യം സാങ്കേതിക കാരണങ്ങളാൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഒരു വാചകം കൂടി ഇത് അടിയന്തരമായി കൊടുത്തു തീർക്കാനാവും. അങ്ങനെ 2018 എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർത്തെന്ന് പറഞ്ഞു. 2018 അനേകായിരം പേർക്ക് ഇനിയും ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനുണ്ട്. എറണാകുളം ജില്ലയിലൊക്കെ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 1 രൂപയുടെ കൈമാറ്റം നടക്കുന്നില്ല. റവന്യൂ വകുപ്പ് മന്ത്രിക്ക് അറിയാലോ. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇനിയും സഹായം കൊടുക്കാനുണ്ട്. അത് അങ്ങ് തീർന്നെന്ന് നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞ് റവന്യൂ വകുപ്പിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണെങ്കിൽ തെറ്റാണ്.
ഇനിയും ധാരാളം ആളുകൾക്ക് 2018 ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ ഇത് ചോദിച്ചില്ലെങ്കിൽ ഞങ്ങളോട് അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ലേ, ഞങ്ങളിത് മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കില്ലേ? കൊടുത്തിട്ടില്ല. അങ്ങനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ്, കൊടുത്തിട്ടില്ല. ഇത് സാധാരണ നിലക്ക് നമ്മുടെ കണക്കനുസരിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് മറ്റ് ബാക്കി നിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. ഈ 2019 പ്രളയത്തിൽ 3,62,744 കുടുംബങ്ങൾ ആനുകൂല്യങ്ങൾക്ക് അർഹരായി. ഇവർക്ക് ഇതിൽ 3,384 കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യമാണ് സാങ്കേതിക കാരണങ്ങളാൽ നൽകാൻ കഴിയാതിരുന്നത്. ഇത് അടിയന്തരമായി കൊടുത്തു തീർക്കാനാവണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നീടുള്ളത് കേടുപാടുകൾ വന്ന വീടുകൾക്കുള്ള സഹായമാണ്. 15% വരെ കേടുപാട് വന്ന വീടുകൾ, 16 മുതൽ 29% വരെ കേടുപാട് വന്ന വീടുകൾ, 30 മുതൽ 59% വരെ കേടുപാട് വന്നവർ, 60 മുതൽ 74% വരെ കേടുപാട് വന്നവർ, 75% മുതൽ 100% വരെ കേടുപാട് വന്നവർ. ഇങ്ങനെ 5 വിഭാഗങ്ങളായിട്ടാണ് കേടുപാട് വന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നത്. 2018 പ്രളയത്തിൽ 3,60,666 വീടുകൾക്ക് 2,937,70,00,000 രൂപ സഹായധനം നൽകിയിട്ടുണ്ട്. 2019 പ്രളയത്തിൽ 62,244 വീടുകൾക്ക് 350,01,00,000 രൂപ വീടുകളുടെ കേടുപാടുകൾ തീർക്കാൻ നഷ്ടപരിഹാരമായി നൽകിയിട്ടുണ്ട്. 75 മുതൽ 100% വരെ കേടുപാട് വന്ന വീടുകൾക്ക് പുനർനിർമ്മാണത്തിന് 3 ഘട്ടമായിട്ടാണ് നഷ്ടപരിഹാര തുക നൽകുന്നത്. വീട് നിർമ്മാണത്തിന്റെ പുരോഗതി സാവധാനത്തിലാകുന്ന സാഹചര്യത്തിൽ അവസാന ഗഡുക്കൾ ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നുണ്ട്. 2018 പ്രളയത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ കാരണം 1,420 ഗുണഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക കാരണങ്ങളാൽ അതിൽ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച കുറവുകൾ, ബാങ്ക് അക്കൗണ്ട് നിരസിച്ചവ തുടങ്ങിയ കാരണങ്ങൾ. 2019 പ്രളയത്തിൽ 3,346 ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ പണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. 2018 പ്രളയത്തിൽ താലൂക്ക് മുഖാന്തരവും കലക്ടറേറ്റ് മുഖാന്തരവുമാണ് പ്രളയ ദുരിതാശ്വാസം നൽകിയത്. 2019 ഇത് ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖാന്തരമാണ് നൽകിയത്. പ്രളയ ദുരിതാശ്വാസം ലഭിക്കാൻ ബാക്കിയുള്ളവർക്ക് അടിയന്തരമായി ധനസഹായം കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു. 2020 പ്രളയത്തിൽ താലൂക്ക് തലത്തിൽ വികേന്ദ്രീകരിച്ച് ധനസഹായം ലഭിക്കുന്നത് വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സർ, ഇവിടെ എറണാകുളം ദുരിതാശ്വാസ പ്രളയ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോടതി ജാമ്യം നൽകിയതുണ്ട്. ഫോറൻസിക് സയൻസ് ലാബറട്ടറി റിപ്പോർട്ട് ലഭ്യമാകാനുണ്ട്. കേസ് 1 ചാർജ് ഷീറ്റ് റെഡിയാണ്. രണ്ടാമത്തെ കേസിൽ പ്രതിയായ വിഷ്ണുപ്രസാദ് ഇപ്പോഴും ജയിലിലാണ്. ഈ കേസ് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിച്ച് ചാർജ് ചെയ്ത കേസാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യുന്നതല്ല. ഇവിടെ നേരത്തെയുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ചില ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. സുനാമി ദുരന്തകാലത്തൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ അന്ന് ചർച്ച വന്നപ്പോൾ ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു അന്ന് നിങ്ങൾ നിലപാടെടുത്തത് എന്ന് ഓർക്കണം. ആ നിലപാടല്ല ഞങ്ങൾക്കുള്ളത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതേസമയം റീബിൽഡ് കേരള സംബന്ധിച്ച് ചില പരാമർശങ്ങളുണ്ടായി. 2018 മഹാപ്രളയത്തിന് ശേഷം നവകേരള നിർമ്മിതി എന്ന ആശയം മുന്നോട്ട് വെച്ച് നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. നമുക്കറിയാം, നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത്. സമ്പദ്ഘടനയിലുണ്ടാക്കിയ ആഘാതം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനം നടത്താൻ പല മേഖലകളിലെയും വിദഗ്ധരടങ്ങിയ ഒരു സമിതി മുഖ്യമന്ത്രി കഴിഞ്ഞ 2.5 മണിക്കൂറായി സംസാരിക്കുകയാണ്. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഇപ്പോഴും തുടരുന്നു. ഇനി അല്പസമയം കൂടി അത് നീളും എന്നും പ്രതീക്ഷിക്കാം. 2.5 മണിക്കൂറായി അദ്ദേഹം തന്റെ പ്രസംഗം തുടരുന്നു. സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ, കഴിഞ്ഞ ഭരണത്തിലെ നേട്ടങ്ങൾ, ഈ ഭരണത്തിലെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം തുടരുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.